ഫിഫ ലോകകപ്പിൽ വിസ്മയം തീർത്ത് കേപ്പ് വെർദെ നോക്കൌട്ടിൽ കടന്നിരിക്കുകയാണ്. ഫ്രാൻസ് മരണ ഗ്രൂപ്പിൽ നിന്ന് സമ്പൂർണ്ണ ജയം നേടിയപ്പോൾ സ്പെയിൻ, ബെൽജിയം, ഈജിപ്ത് ടീമുകളും അവസാന 32ലേക്ക് മുന്നേറി. വെറുതെ മടങ്ങാൻ വന്നവരല്ല കേപ്പ് വെർദെ. കന്നി ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒറ്റക്കളിയും തോൽക്കാതെ നോക്കൌട്ടിലേക്ക് ഗ്രാൻഡ് മാർച്ചിങ്. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും യുറുഗ്വയ്ക്കുമെതിരെ പ്രതിരോധ കോട്ടകെട്ടി സമനില പിടിച്ചെടുത്തെങ്കിൽ സൗദി അറേബ്യക്കെതിരെ ജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഫിനിഷിംഗിലെ പോരായ്മകൾ ഇല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ ഞെട്ടിച്ച സൗദിക്കെതിരെ പോയിന്റ് പങ്കുവെക്കേണ്ടി വരില്ലായിരുന്നു. യുറുഗ്വയെ അലക്സ് ബയേനയോടെ ഒറ്റ ഗോളിൽ വീഴ്ത്തി സ്പെയിൻ ഗ്രൂപ്പ് എച്ച് ചാമ്പ്യന്മാരായി റൗണ്ട് ഓഫ് 32-ലെത്തി. ഒറ്റക്കളി പോലും ജയിക്കാൻ പറ്റാതിരുന്ന യുറുഗ്വയ്ക്ക് പുറത്തേക്കുള്ള വഴിയും തെളിഞ്ഞു. കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ് നേർക്കുനേർ പോരാട്ടം പ്രതീക്ഷിച്ചവരെ നിരാശരാക്കിയ മത്സരത്തിൽ നോർവേയെ ഫ്രാൻസ് 4-1 തകർത്തു. സെനഗലിനെതിരെ കളിച്ച പ്ലേയിങ് 11-ൽ ഹാലൻഡും ഒഡേഗാർഡും ഉൾപ്പെടെ 10 പേരെയും മാറ്റിയായിരുന്നു നോർവേ കളിച്ചത്. ഉസ്മാൻ ഡെംബേലയുടെ ഹാട്രിക് മികവിലായിരുന്നു ഫ്രാൻസിന്റെ തകർപ്പൻ ജയം. ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത സെനഗലും നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്തി. ന്യൂസിലാൻഡിനെ 1-നെതിരെ 5 ഗോളിന് തകർത്ത ബെൽജിയവും അടുത്ത റൗണ്ട് പിടിച്ചു. ലിയാൻഡ്രോ ട്രസ്വാഡിന്റെ ഇരട്ട ഗോൾ മികവിലായിരുന്നു ബെൽജിയത്തിന്റെ തകർപ്പൻ ജയം. ഇറാനോട് സമനിലയിൽ കുരുങ്ങിയെങ്കിലും ഈജിപ്തും നോക്കൌട്ടിലേക്ക് മുന്നേറി. ആദ്യമായാണ് ഈജിപ്ത് ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.